ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് പുതിയ വിശേഷം? എല്ലാവർക്കും സുഖാണെന്ന് കരുതട്ടെ കേട്ടോ. ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ദം ബിരിയാണിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ചേച്ചിയുടെ ബേക്കിംഗ് ക്ലാസ്സിൽ പഠിക്കുന്ന ജയേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി അയച്ചു തന്നതായിരുന്നു. അപ്പോൾ അതിന് ഒരുപാട് നല്ല നല്ല കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അതുകൂടാതെ ഒരുപാട് പേര് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് പിക്കൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അതിലൊക്കെ ഒത്തിരി സന്തോഷം കേട്ടോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എൻ്റെ ബേക്കിംഗ് ക്ലാസ്സിൽ 6ാമത്തെ ബാച്ചിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ റെസിപ്പി തന്നെയാണ്. അവരുടെ പേര് ഷേർലി ചേച്ചി എന്നാണ്. അപ്പം ഷേർലി ചേച്ചിയുടെ കയ്യിൽ റെസിപ്പികളുടെ ഒരു കലവറ തന്നെ ഉണ്ട് എന്ന് പറയാം. ഷേർലി ചേച്ചിക്ക് ഇപ്പം 70 വയസ്സായി. 70 വയസ്സായി എന്നാലും ഇപ്പോഴും നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിലേക്ക് ചേർന്ന് ചേച്ചി ഓരോന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി ക്ലാസ്സിലേക്ക് ചേരുന്നതിന് മുമ്പ് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്ലാസ്സിലേക്ക് ചേരാൻ പ്രായപരിധിയൊക്കെ ഉണ്ടോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല ചേച്ചി, ആർക്കും ചേരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചേച്ചി നമ്മുടെ ക്ലാസ്സിലേക്ക് ചേരുന്നത്. അങ്ങനെ ചേർന്ന് പപ്സ്, ബ്രെഡ്, ബണ്ണൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചു. അങ്ങനെ ചേച്ചി ഇപ്പോൾ അതൊക്കെ സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി ബേക്കിംഗ് പഠിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിലേക്ക് ചേരാം. നമ്മൾ യൂട്യൂബിൽ ഒരു ബട്ടർ ബണ്ണിൻ്റെ റെസിപ്പി ഇട്ടപ്പം അതിന് കുറേ കമൻറ്റുകളൊക്കെ വന്നു, സംശയങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു കുട്ടികൾ. അപ്പോൾ ചേച്ചി വെറുതെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ബേക്കിംഗ് ക്ലാസ് തുടങ്ങിയാലോ എന്ന്. അങ്ങനെ ചേച്ചി പറഞ്ഞു. അതിന് ഒരുപാട് എൻക്വയറീസ് വന്നു. ഫസ്റ്റ് ബാച്ചിൽ തന്നെ 100ഓളം കുട്ടികൾ നമ്മുടെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്തു. ഇപ്പം നമുക്ക് 7 ബാച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നടത്താൻ പോകുന്നത് 8ാമത്തെ ബാച്ചാണ്. അപ്പോൾ 7 ബാച്ചിലുള്ള കുട്ടികൾക്കും വെവ്വേറെ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ട്. അതിൽ എല്ലാവരും പരസ്പരം വളരെ സന്തോഷത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം ഞാനൊരു ക്ലാസ് കൊടുത്തു, അതിലൂടെ കാശുണ്ടാക്കി, അവരത് പഠിച്ചു എന്നത് മാത്രമല്ല, എനിക്ക് ഈ ക്ലാസ്സിലൂടെ ഒരുപാട് ചേച്ചിമാർ, അതുപോലെ ഒരുപാട് അനിയത്തിമാർ, ഒരുപാട് അമ്മമാർ ഒക്കെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഞങ്ങൾ ഒരുപാട് സന്തോഷത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി ബേക്കിംഗ് ക്ലാസ്സിലേക്ക് ചേരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത ബാച്ച് ഏപ്രിൽ 3-ാം തീയതിയാണ് തുടങ്ങുന്നത്. അതിലേക്ക് ചേരാം. അപ്പം വളരെ തുച്ഛമായ ഒരു ഫീസ് മാത്രമേ ഉള്ളൂ ഈ ഒരു ക്ലാസ്സിന്. ആ ഒരു ഫീസിൽ ധാരാളം ബേക്കറി ഐറ്റംസ് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇത് ജെന്യൂനായിട്ടുള്ള റെസിപ്പികളാണ് ചേച്ചി പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു ബേക്കറിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാനും, അതേപോലെ വീട്ടിലിരുന്ന് ഒരു ഹോം ബേക്കറായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വെച്ചിട്ട് ചെറിയൊരു ഓവനൊക്കെ വെച്ചിട്ട് ഇതൊക്കെ ഉണ്ടാക്കി പുറത്ത് കടകളിലൊക്കെ വിറ്റിട്ട് ഏണിങ്സ് ഉണ്ടാക്കാനും ഒക്കെ പറ്റും കേട്ടോ. അപ്പം നിങ്ങൾ ചേരുന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുക. അതിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ ഡീറ്റെയിൽ ഒക്കെ ഇട്ട് തരാം കേട്ടോ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എൻ്റെ ഷേർലി ചേച്ചി എനിക്ക് പറഞ്ഞു തന്ന ആ സ്പെഷ്യൽ സാലഡിൻ്റെ റെസിപ്പി ഞാനിതാ നിങ്ങൾക്കായിട്ട് പറഞ്ഞു തരാൻ പോവുകയാണ്. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാൻ എന്തായാലും മറക്കരുത്. ഷേർലി ചേച്ചി പറഞ്ഞത് നമുക്കിത് തണുപ്പിച്ചിട്ട് കഴിച്ചാലും നല്ല ടേസ്റ്റ് ആയിരിക്കുന്നത്. ബാക്കി വന്നാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് പിറ്റേ ദിവസം ഉപയോഗിക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ സാലഡ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനൊരു ബൗൾ എടുക്കുക. അതിലേക്ക് ഒരു ടെൻഡർ കോക്കനട്ട് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിടുന്നുണ്ട് ഞാൻ. അതിൻ്റെ ഇളനീരിൻ്റെ വെള്ളം നമുക്ക് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് പൈനാപ്പിൾ എല്ലാം ഓരോ കപ്പാണ് ഇടുന്നത് കേട്ടോ. പൈനാപ്പിൾ 1 കപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 കപ്പ് അനാറും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ വെജിറ്റബിൾ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം കേട്ടോ. എല്ലാം ഒരേപോലെ അരിയാൻ നോക്കുക, അപ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പം ക്യാബേജും ക്യാരറ്റും മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് ബീൻസ്, അതേപോലെ തന്നെ ഗ്രീൻ പീസ് ഒക്കെ ചേർക്കാം. ഇതിങ്ങനെ ഫ്രഷായിട്ട് വേണമെങ്കിലും ചേർക്കാം, അല്ലെങ്കിൽ ഒന്ന് ആവി കയറ്റിയിട്ട് അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പം അത് പറയുന്നില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ മുട്ട പുഴുങ്ങിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ചെറുതായിട്ട് മുറിച്ചിടുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഷുഗർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പഞ്ചസാര പൊടിച്ചെടുത്തത് അതും കൂടി ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മളിതിലേക്ക് ഫ്രഷ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഒരു 200 ഗ്രാമൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഒലീവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് 5 ടേബിൾ സ്പൂണാണ് പറഞ്ഞത്. ബാക്കിയുള്ള അളവുകളൊക്കെ ഞാൻ കൃത്യമായിട്ട് കൊടുക്കാം കേട്ടോ. ഇതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ആ ഇളനീരിൻ്റെ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നോ, അതിൽ 1 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ഇട്ടിട്ട് ഒന്ന് ഇതുപോലെ കുറുക്കിയെടുക്കുക. അതും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം.
ഇനി നമ്മുടെ ഷേർലി ചേച്ചി പറഞ്ഞു തന്നതിൽ മസ്റ്റാർഡ് പൗഡറാണ്, കടുക് പരിപ്പ്, അത് എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ വെജിറ്റബിളിൽ ഗ്രീൻ പീസും അതേപോലെ ബീൻസൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് വെച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പം അതൊക്കെ തീർച്ചയായിട്ടും ഇട്ടോളൂ കേട്ടോ. നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അതൊക്കെ ഇട്ടോളൂ. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഫ്രൂട്ട്സൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് മുന്തിരിയൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണോ ചെയ്യേണ്ടത് അതുപോലെ നിങ്ങൾ ചെയ്തോളൂ കേട്ടോ. ലെച്ചൂസിൻ്റെ ഇലയൊക്കെ കിട്ടുവാണെങ്കിൽ അതൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. അങ്ങനെയൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ അതൊക്കെ വെച്ച് കൊടുത്തോളൂ കേട്ടോ. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ പറയാൻ മറക്കരുത്. ഷേർലി ചേച്ചി എനിക്ക് തന്ന റെസിപ്പിയിൽ കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ അതൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് ചേച്ചി ഉടനെ വരാം. അതുവരേക്കും എല്ലാവരും സന്തോഷമായിരിക്കുക. വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി.